കാലാകാലങ്ങളായി നിലനിന്ന് പോന്നിരുന്ന വളരെയധികം സൽപ്പേരുള്ള രാജാ രവിവർമ്മയുടെ പേരിലുള്ള ഈ സ്കൂള് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു കച്ചവട കേന്ദ്രം മാത്രമാണ്, വിദ്യാഭ്യാസ കച്ചവട കേന്ദ്രമാണ് അല്ലേ ഇത്? തീർച്ചയായിട്ടും വിഷ്ണുവും കൂട്ടാളികളും സ്കൂളിനെ നശിപ്പിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള ഇവർക്കെതിരായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയില്ലേ മാം? ഞാൻ RDD റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്, DPക്ക് കൊടുത്തിട്ടുണ്ട്, DAക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ യാതൊരുവിധ റിപ്ലൈ എനിക്ക് ഇന്നതുവരെ കിട്ടിയിട്ടില്ല. അതായത് എവിടെ എന്ത് പരാതി കൊടുത്താലും അവിടെയൊക്കെ സ്വാധീനിക്കാൻ അതെ, അവർ എവിടെ ചെന്നാലും അവർ സ്വാധീനിക്കും. അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതെല്ലാം വെച്ച് ഒരു പരാതി കൊടുക്കണമെന്ന് ഞാനിപ്പോ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ വിവരങ്ങൾ എല്ലാം വെച്ച് പെട്ടെന്ന് പരാതി കൊടുക്കണം. ഇതെല്ലാ പേപ്പേഴ്സും വെച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാം, ഭർത്താവിന്റെ മരണത്തിന്റെ സത്യസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതികൾ പലപ്പോഴും കൊടുത്തിരുന്നു അല്ലേ? കൊടുത്തിരുന്നു. അപ്പൊ കിളിമാനൂർ പോലീസ് വേണ്ടത്ര അത് പരിഗണിച്ചിട്ടില്ല. തീർച്ചയായിട്ടും പരിഗണിച്ചില്ല. അതാ ഞാൻ കോടതി കൊടുത്തത്. പിന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അന്വേഷിക്കുന്നതും കിളിമാനൂർ പോലീസ്. അതെ, ഇപ്പോഴും കിളിമാനൂർ പോലീസിനാ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് FIR ഇട്ട്. അപ്പൊ ഇനിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീതി കിട്ടും? പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീതി കിട്ടാനും പോലില്ല. ഇവരെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വാധീനമുണ്ട് അവർക്ക്. പക്ഷെ മാം ഇതിനെ ആരോപിച്ചിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും പിൻബലമായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലുണ്ട്. എല്ലാ ഡോക്യുമെന്റോട് കൂടിയാണ് മാമിന്റെ വാദങ്ങളെല്ലാം തന്നെ. ഡോക്യുമെന്റ് ഞാൻ വളരെയധികം ഈ വാദങ്ങളുടെ പിറകിലുള്ള ഡോക്യുമെന്റ്സ് പരിശോധിച്ച ഒരു വ്യക്തിയാണ്. അതെ. അപ്പോ മാം പറയുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ അടിസ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം. അതെ. അപ്പൊ കോടതിയിൽ ഇത് മാഡത്തിന് തെളിയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് അഡ്വക്കേറ്റ് ഉള്ളത് കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ന്യായമായിട്ടുള്ള സമീപന രീതിയും ഇതിനൊരു നീതിയും ന്യായവും വാങ്ങി കിട്ടുമെന്നും പ്രതീക്ഷയില്ല അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് യാതൊരുവിധ ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ SHO ജയൻ എന്ന ജയൻ സാറിനെ ഞാൻ പക്ഷെ ഇതുവരെയും കണ്ടില്ല. ജയൻ സാറിനോട് സംസാരിച്ചു. എന്നോട് ഇത് മൊഴിയെടുക്കാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ സാർ അവിടെ ഇല്ല. വേറൊരു പോലീസ് പേര് എനിക്കറിയില്ല. അതാണ് മൊഴിയെടുത്തത്. മൊഴിയെടുത്തപ്പോൾ പോലീസ് സാർ എന്നാ പറഞ്ഞേ, എന്താ മേഡത്തിന് അവിടെ എന്താ അവകാശം, എന്താണ് അവകാശം സ്കൂളിൽ, അതിനുള്ള തെളിയിക്കുന്ന പേപ്പേഴ്സ് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞത്, ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, എല്ലാ പേപ്പേഴ്സും എനിക്ക് അധികാരമുണ്ട് എന്നുള്ളത് കോടതിയിൽ കൊടുത്തിട്ടാണ് കോടതിയിൽ നിങ്ങൾക്ക് FIR ഇട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാൻ തന്നത്. വിഷ്ണു എങ്ങനെയാണ് ഇത്ര വലിയ സ്വാധീന ശക്തിയായി വളർന്നത്? റെഡ്ഡിയുടെ പൈസ മുഖാന്തരം. ആദ്യം അവന് പൈസ ഇല്ലായിരുന്നു. പൈസ മുഖാന്തരം അവൻ എല്ലാവരും സോപ്പിട്ട് കൊണ്ടുവന്ന് പൈസ കൊടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വിഷ്ണു അറിയും മാഡമിന് വന്നു. അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ചെല്ലുമ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെന്നാലും മനസ്സിലാകാം സാധിക്കും. നമ്മളോടുള്ള ആ മുഖം കാണുമ്പോൾ ഇത്രയും പ്രായമായ ഞാനല്ലേ, എനിക്കറിയാൻ പറ്റില്ലേ. പോലീസ് സാറന്മാരാ ഇത് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാകും. അവർക്ക് സ്വാധീനം ചെലുത്താൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് വിഷ്ണുവും കൂട്ടരും. അതായത് സമൂഹത്തിലും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികമായിട്ടും തീർച്ചയായിട്ടും ഉയർന്ന നിലവാരത്തിലുള്ള വിഷ്ണുവിന്റെയും കൂട്ടാളികളുടെയും അവരുടെയൊക്കെ എതിരായിട്ട് നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. അവരുടെ ഹസ്ബൻഡ് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വലിയൊരു നിയമ പോരാട്ടത്തിലാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ചന്ദ്രിക ഗോപിനാഥ് ഉള്ളത്. ഒരു സ്ത്രീയാണ്, ഒറ്റയ്ക്കാണ് ഈ പോരാട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടത്തിൽ വിജയിക്കാനും രാജാ രവിവർമ്മ സ്കൂളിന്റെ സൽപ്പേര് തിരികെ ലഭിക്കുന്നതിനുള്ള നിയമ പോരാട്ടത്തിൽ മാഡം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ ദുരൂഹ മരണത്തിന്റെ പിന്നിലുള്ള ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ തെളിയിക്കാനും കിളിമാനൂർ പോലീസിന് കഴിയട്ടെ. അതിനുള്ള ആർജവം പോലീസ് കാണിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.